വിവാദങ്ങൾക്കിടെ ആർ ശങ്കർ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവെന്ന് പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് മോദി പറഞ്ഞു. അതിനിടെ കെപിസിസിയുടെ നേതൃത്വത്തിൽ സമാന്തര പ്രാർത്ഥനായോഗം തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ വിവാദങ്ങൾക്കിടയിൽ ആർ ശങ്കറിന്റെ പൂർണ്ണകായ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തു. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും രൂപീകരിച്ച പ്രജാമണ്ഡലത്തെ ഓർമ്മിപ്പിച്ചും ജനസംഘത്തിന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുമായി ആർ ശങ്കറിനുണ്ടായിരുന്ന ബന്ധം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവാണെന്നും മോദി പറഞ്ഞു. समारोह में उन्होंने श्यामा प्रसाद मुखर्जी को निमंत्रित किया था। श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहां के समारोह के लिए निमंत्रित किया था. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗത്തിന്റെ രണ്ടാം പാതി. ശങ്കറിന്റെ പ്രതിമ അനാവരണം ചെയ്യാൻ അവസരം നൽകിയതിൽ SNDPയോട് നന്ദി പറഞ്ഞാണ് മോദി വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്നാൽ പ്രതിമാ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിഷമമുണ്ടാക്കിയെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ശങ്കറിന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒന്നാമത് 100% ഒരു ഗാന്ധിയനായിരുന്ന ആർ ശങ്കർ ഒരു കാരണവശാലും RSSന്റെ പ്രവർത്തകനായി പോയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും വിഷമമുണ്ട്. ആർ ശങ്കറിനെ ഏറ്റെടുക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ KPCC കൊല്ലത്തും തിരുവനന്തപുരത്തും ശങ്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ സംഗമം നടത്തി. മോദി ചരിത്രത്തെയും ആർ ശങ്കറിന്റെ രാഷ്ട്രീയ പൈതൃകത്തെയും വളച്ചൊടിച്ചെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവഗിരിയിലെത്തി ദൈവദശകം രചനയുടെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ജനിച്ചയാളാണ് ഗുരുദേവനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. गुरु की इस तपोभूमि में आकर के ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതേസമയം കുമ്മനത്തിനെതിരെ V മുരളീധരൻ പക്ഷവും PK കൃഷ്ണദാസ് പക്ഷവും രംഗത്തെത്തി. പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ഇരു വിഭാഗവും കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. കുമ്മനം രാജശേഖരനെ അമിത്ഷാ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന നേതൃയോഗം നാളെ ദില്ലിയിൽ ചേരാനിരിക്കെയാണ് നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. സംസ്ഥാന ഘടകത്തിലെ ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇരു ഗ്രൂപ്പിലുമില്ലാത്ത ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം തുടക്കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. RSSന്റെ പിന്തുണ കൂടി ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ V മുരളീധരൻ ഇതിനെ ശക്തമായി എതിർത്തു. തുടർന്നാണ് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന R ബാലശങ്കറിന്റെ പേര് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചത്. ഇത് സംസ്ഥാനത്തെ ഇരുവിഭാഗവും തള്ളി. ഈ സാഹചര്യത്തിലാണ് കുമ്മനം രാജശേഖരന്റെ പേര് കേന്ദ്ര നേതൃത്വം പരിഗണിച്ചത്. അതേസമയം കുമ്മനത്തിനെതിരെയും മുരളീധരപക്ഷവും PK കൃഷ്ണദാസ് പക്ഷവും രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടിയിലുള്ള വ്യക്തി തന്നെയാവണം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനെന്ന നിലപാടിലാണ് ഇരുവിഭാഗവും. സംസ്ഥാന BJPയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ കടുത്ത നിലപാടുകൾ വേണ്ടിവരുമെന്ന സൂചനയാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. കുമ്മനത്തെ അധ്യക്ഷനാക്കുക വഴി ഹൈന്ദവ ഏകീകരണം കൂടി ലക്ഷ്യമിടുന്നുണ്ട് BJP കേന്ദ്ര നേതൃത്വം. അതേസമയം കുമ്മനത്തിന്റെ അധ്യക്ഷ പദവി ന്യൂനപക്ഷ വിഭാഗത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടക്കയാത്രയ്ക്കായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി 5:50 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ എയർപോർട്ടിന്റെ ടെക്നിക്കൽ വിങ്ങിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രിയും മറ്റ് 13 മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും കൂടിക്കാഴ്ച അവസാനിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സുപ്രധാന ആവശ്യങ്ങളായ മുല്ലപ്പെരിയാർ വിഷയം, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ആവശ്യം പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരടങ്ങുന്ന സംഘം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളായ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുക എന്നൊരു ആവശ്യം, അതോടൊപ്പം കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന എയിംസ് യാഥാർത്ഥ്യമാക്കുക, അതോടൊപ്പം തന്നെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരടങ്ങുന്ന സംഘവും പ്രധാനമന്ത്രിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം
മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരോ വകുപ്പ് മന്ത്രിമാരെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ദില്ലിക്ക് മടങ്ങുന്നതായിരിക്കും. സോമി. എസ് ഷീജ, തിരുവനന്തപുരത്ത് നിന്നും. സോളാർ കമ്മീഷന് ഹൈക്കോടതിയുടെ വിമർശനം. CD പിടിച്ചെടുക്കാനായി ബിജു രാധാകൃഷ്ണനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയ കമ്മീഷന്റെ നടപടി നിയമപരമല്ലെന്ന് കോടതി പറഞ്ഞു. സെഷൻസ് കോടതിയുടെ അനുമതിയില്ലാതെ പ്രതിയെ കൊണ്ടുപോയ നടപടി ന്യായീകരിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ വ്യക്തമാക്കി. മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കമാൽ പാഷ സോളാർ കമ്മീഷനെതിരെ വാക്കാൽ പരാമർശങ്ങൾ നടത്തിയത്. CD പിടിച്ചെടുക്കാനായി ബിജുവിനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയ നടപടി നിയമപരമല്ലെന്ന് കോടതി പറഞ്ഞു. മാത്രവുമല്ല, സെഷൻസ് കോടതിയുടെ അനുമതി കൂടാതെയാണ് ബിജുവിനെ CD പിടിച്ചെടുക്കാനായി കൊണ്ടുപോയത്. ഈ നടപടി ന്യായീകരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി സ്വീകരിച്ച നിലപാടിനെ കോടതി പിന്തുണച്ചു. രമേശ് ചെന്നിത്തലയുടെ പേരെടുത്തു പറയാതെയായിരുന്നു പരാമർശം. ഒരു മന്ത്രിയുടെ നിലപാട് വിമർശനങ്ങൾക്കിടയാക്കിയെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഈ മന്ത്രിയുടെ നിലപാടിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മതിയായ സുരക്ഷയോടെയാണ് ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയതെന്ന് സോളാർ കമ്മീഷൻ. KSRTC ബസ്സിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ബിജുവിനെ കൊണ്ടുപോകുമ്പോഴില്ലാത്ത വേവലാതി ഇപ്പോൾ എന്തിനു പ്രകടിപ്പിക്കുന്നുവെന്നും കമ്മീഷൻ വിമർശിച്ചു. ബിജുവിനെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് സെഷൻസ് ജഡ്ജിയെ അറിയിച്ചിരുന്നെങ്കിൽ തെളിവെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമായിരുന്നെന്നും ഹൈക്കോടതി പരാമർശത്തിന് മറുപടിയായി കമ്മീഷൻ പറഞ്ഞു. അതേസമയം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് സരിതയെ വിസ്തരിക്കുന്നത് നാളത്തേക്ക് മാറ്റി. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ നടപടി തെറ്റായിപ്പോയെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരുന്നു. എന്നാൽ മതിയായ സുരക്ഷയോടെയാണ് ബിജുവിനെ കൊണ്ടുപോയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. മണ്ടത്തരം കാണിക്കുന്ന കമ്മീഷനല്ല ഇതെന്നും ജസ്റ്റിസ് G. ശിവരാജൻ പറഞ്ഞു. പത്രങ്ങളുടെ എഡിറ്റോറിയൽ എഴുതുന്നത് പോലെയല്ല കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. KSRTC ബസ്സിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം മാത്രം ബിജുവിനെ കൊണ്ടുപോയിരുന്നപ്പോഴില്ലാത്ത വേവലാതി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്ന് കമ്മീഷൻ ചോദിച്ചു. കഴിഞ്ഞ 8 മാസമായി ബിജുവിനെ വിവിധ കോടതികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷയെക്കുറിച്ച് തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം സരിതയെ വിസ്തരിക്കവേ നാടകീയ രംഗങ്ങൾക്കാണ് കമ്മീഷൻ വേദിയായത്. ടീം സോളാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഉത്തരം നൽകാതിരുന്ന സരിതയോട് ബിജുവും സരിതയും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു സരിതയുടെ മറുപടി. 2006 വിവാഹമോചനം നേടിയ സരിത 2010 ജയിലിൽ വെച്ച് ജന്മം നൽകിയ കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്ന് കമ്മീഷൻ ചോദിച്ചു. ഇക്കാര്യം കമ്മീഷനോട് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ സരിത പൊട്ടിക്കരയുകയും മൂക്കിൽ നിന്ന് രക്തം വരുന്നതായി അറിയിക്കുകയും ചെയ്തു. ചെറിയതായിട്ട് അവിടെ ഒരു തലവേദന കൂടിയിട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ പുറത്തു വന്നതാണ്. നാളെയാണ് ഇനി ബാക്കിയുള്ളത്. ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് സരിതയെ വിസ്തരിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൈകാര്യ ചെലവിന്റെ പേരിൽ വാഹന ഉടമകളിൽ നിന്നും അനധികൃതമായി പണം പിരിച്ച 71 വാഹന ഡീലർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. നിയമവിരുദ്ധമായി പ്രതിവർഷം 320 കോടി രൂപ പിരിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ വാഹന വിതരണക്കാർ രജിസ്ട്രേഷൻ ഇനത്തിൽ ഭീമമായ തുക വാങ്ങുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗതാഗത വകുപ്പ് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ഷോറൂമുകളിൽ മിന്നൽ പരിശോധന നടന്നത്. ഇതിൽ ഭൂരിഭാഗം കടകളിലും വ്യാപകമായി ക്രമക്കേടുകൾ നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ വാഹനങ്ങൾക്ക് 300 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 110 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസെങ്കിലും വലിയ വാഹനങ്ങൾക്ക് 8000 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 2000 രൂപയുമാണ് ഏജൻസികൾ വാങ്ങി വരുന്നത്. ഇത്തരത്തിൽ പരസ്യമായി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതായുള്ള പരാതികൾ വ്യാപകമായതോടെയാണ് സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടന്നത്. ഇതിൽ ക്രമക്കേട് കണ്ടെത്തിയ 71 ഷോറൂമുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും 3 കടകൾ സസ്പെൻഡ് ചെയ്യാനും കമ്മീഷണർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ റെയ്ഡ് ശക്തമാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശബരിമല സന്നിധാനത്തെ ആരാധനാലയങ്ങളിൽ ഒന്നാണ് മണിമണ്ഡപം. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ സ്വാമി അയ്യപ്പൻ ആദ്യം വിശ്രമിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്താണ് മണിമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയിൽ ഐതിഹ്യപ്പെരുമയോടെ വാഴുന്ന ആരാധനാലയങ്ങളിലൊന്നാണ് മണിമണ്ഡപം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തുള്ള മണിമണ്ഡപത്തിന്റെ സ്ഥാനത്താണ് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശബരിമലയിലെത്തിയപ്പോൾ അയ്യപ്പൻ ആദ്യമായി വിശ്രമിച്ചതെന്നാണ് ഐതിഹ്യം. മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അയ്യപ്പൻ വന്നിരുന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ നിന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠയാണ് അയ്യപ്പൻ ഇപ്പുറത്ത് സ്ഥാപനമായിട്ടുള്ളതെന്നാണ്. അപ്പം അതവിടെ സ്ഥലം ഭംഗിയായി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ആരാധിച്ചു പോരുന്നു. കെടാവിളക്കും തൃശൂലവുമാണ് മണിമണ്ഡപത്തിനകത്തെ പ്രതിഷ്ഠ.
മണിമണ്ഡപത്തിന്റെ ചുവരുകളിൽ അയ്യപ്പ ചരിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഭക്തർ മണിമണ്ഡപത്തിനു ചുറ്റും ഭസ്മം വിതറിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്തു മടങ്ങുന്നു. മണിമണ്ഡപത്തിലാണ് മകരവിളക്ക് ദിനത്തിൽ ആരംഭിക്കുന്ന കളമെഴുത്തു നടക്കുക. മകരവിളക്കിന് സ്വാമി അയ്യപ്പനെ അണിയിച്ച ശേഷം തിരുവാഭരണപ്പെട്ടികൾ സൂക്ഷിക്കുന്നതും മണിമണ്ഡപത്തിലാണ്. ശബരിമലയുടെ ചരിത്രവും ഐതിഹ്യവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ മണിമണ്ഡപത്തിനുള്ളത്. അതിനാൽ അയ്യപ്പനെ കാണാനെത്തുന്ന ഓരോ തീർത്ഥാടകനും ഇവിടെയും എത്തുന്നു. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.